അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. കിഫ്ബിയിലൂടെയുള്ള പണം ജനങ്ങളുടെ കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിനുള്ളതാണ്. അത് ലംഘിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വ്യക്തികൾക്കും പരസ്യങ്ങൾക്കും ചെലവഴിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മസാല ബോണ്ടുകൾ വഴി 95% പലിശയ്ക്കെടുത്ത പണം വൻതോതിൽ വകമാറ്റി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കിഫ്ബി ദുരുപയോഗം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ, നിർണായകമായിട്ടുള്ള ചില ഡാറ്റാസ് അടക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പിണറായി സർക്കാരിന്റെ ധൂർത്ത്, അതിനേക്കാൾ ഉപരി പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയുടെ വോട്ട് പിടിക്കൽ പരിപാടി കൂടെ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് ഇതിനെക്കുറിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഷാഫി പറമ്പിൽ MP-യുടെ അടക്കം സാന്നിധ്യത്തിൽ ഇന്ന് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്ന് ഈ വിജയങ്ങളൊക്കെ നേടി UDF വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് അറിഞ്ഞിട്ടും കപട ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരാജയപ്പെട്ട് പടുകുഴിയിൽ കിടന്നിട്ടും കപട ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കള്ളപ്രചാര വേലകളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗവൺമെന്റും പാർട്ടിയും ഒന്നായിരിക്കുന്നു. കേരളത്തിൽ ഗവൺമെന്റും പാർട്ടിയും ഒന്നാണ്. പാർട്ടിയുടെ പരസ്യങ്ങൾ ഗവൺമെന്റ് കൊടുത്തു. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കേരളത്തിലെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ആസ്ഥാനം AKG സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതായിരുന്നു ബംഗാളിൽ തുടർഭരണത്തിന്റെ പേരിൽ നടന്നത്. പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പാർട്ടിയുടെ പ്രചാര വേലകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സർവേ ഉണ്ടല്ലോ, പാർട്ടി നടത്തിയ സർവേ പൊളിഞ്ഞുപോയി. നിങ്ങൾ തന്നെ എഴുതി, പാർട്ടിയുടെ സർവേയിൽ പാർട്ടി പ്രവർത്തകർ ജാഗ്രത കാണിച്ചില്ല. പാർട്ടി പ്രവർത്തകർ ജാഗ്രതയോടുകൂടി വീട് വീടാന്തരം കയറിയില്ല. അത് പൊളിഞ്ഞുപോയി. അപ്പോഴാണ് സർക്കാർ ജീവനക്കാരെ കൊണ്ട് സർവേ നടത്താൻ പാർട്ടി തീരുമാനിച്ചു. അതിനും സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വരാത്തപ്പോൾ നാഷണൽ സർവീസ് സ്കീമിന്റെ NSSന്റെ വാളണ്ടിയർമാരെ കൊണ്ട് ഇപ്പൊ സർവേ നടത്തുകയാണ്. എന്താ പറയുന്നത്? സർക്കാരിന്റെ നേട്ടങ്ങൾ എത്രമാത്രം ജനങ്ങളിലെത്തിയെന്ന് പരിശോധിക്കാൻ വേണ്ടി വീട് വീടാന്തരത്തിൽ ഇറങ്ങി സർക്കാരിന്റെ പ്രചാരവേലകൾ നടത്തുകയാണ്. പാർട്ടിയുടെ പ്രചാരവേലകൾ നടത്തുകയാണ്. കേരളത്തിൽ നിന്ന് പാർട്ടിയും ഗവൺമെന്റും ഒന്നാണ്. പാർട്ടിയുടെ പ്രചാരവേലകൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ആദ്യത്തെ സംഭവമാണ്. നമുക്കറിയാമല്ലോ, കിഫ്ബി എന്തിനു വേണ്ടിയാണ്? സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ഓരോരുത്തരും അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിനും 2 രൂപ വീതം കിഫ്ബി ഫണ്ടിലേക്ക് പോകും. മസാല ബോണ്ട് വഴി 9.5% പലിശയ്ക്ക് പണമെടുത്തത് എന്തിനു വേണ്ടി? കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന പണം എന്തിനു വേണ്ടി? കിഫ്ബി വികസനത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കിഫ്ബി ഫണ്ട് ദുരുപയോഗപ്പെടുത്തുകയാണ്. 3ാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം വെച്ച് കിഫ്ബി ഫണ്ട് ദുരുപയോഗം ചെയ്ത് സർക്കാർ നടത്തുന്ന ഈ പരസ്യ ക്യാമ്പയിൻ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കിഫ്ബിയുടെ ഫണ്ട് അനധികൃതമായി ഇത്തരത്തിൽ ചെലവഴിക്കാൻ അനുമതി നൽകുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇങ്ങനെ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അന്വേഷണം നടത്തും. അനധികൃതമായി
സർക്കാരിന്റെ പണം ധൂർത്തും വെട്ടിപ്പും അഴിമതിയും നടത്തുന്ന കിഫ്ബി ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി നിയമപരമായ നടപടികൾ സ്വീകരിക്കും. നിങ്ങൾക്കറിയാം, 2000-ലാണ് കിഫ്ബി കേരള നിയമസഭ പാസാക്കിയ കിഫ്ബി നിയമം നിലവിൽ വന്നത്. അതിന്റെ 3-4 വകുപ്പ് പ്രകാരം താഴെ പറയുന്ന 4 ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഫണ്ട് ചെലവഴിക്കാവൂ എന്നാണ്. 1, സംസ്ഥാനത്തെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കുക. 2, പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും പശ്ചാത്തല സൗകര്യ പദ്ധതികൾക്കായി നടത്തുന്ന പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക. 3, കിഫ്ബിക്കായി വിഭവങ്ങൾ സമാഹരിക്കുന്നതിനായി ഉപയോഗിച്ച ബോണ്ടുകളും ഡിബഞ്ചറുകളും തിരിച്ചു പിടിക്കാനായി. 4, മുൻപറഞ്ഞ സ്കീമുകളിൽ പറയുന്ന മറ്റേതെങ്കിലും ആവശ്യം നടപ്പാക്കുന്നതിന് വേണ്ടി. ഈ 4 ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കിഫ്ബിയുടെ ഫണ്ട് ചെലവഴിക്കാവൂ എന്നാണ് 2000-ൽ നിയമസഭ പാസാക്കിയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 102 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് പരസ്യത്തിനായും സർക്കാർ പ്രചരണത്തിനായും ചെലവഴിച്ചത്. 102 കോടി രൂപ 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ. ഇതിൽ തെരഞ്ഞെടുപ്പ് വർഷമായ 2020-21 സാമ്പത്തിക വർഷം മാത്രം, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ആ വർഷം മാത്രം സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്, LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചെലവഴിച്ചത് 75 കോടി. പ്ലീസ്, 75 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത്. ഇതിൽ 30 കോടി രൂപയോളം കേരളത്തിലെ പ്രമുഖ ചാനലുകൾ അടക്കം വിവിധ മാധ്യമങ്ങളിൽ സ്പോൺസേഡ് കണ്ടന്റുകൾ വരുത്താനാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സീരിയൽ പോലും കാണാൻ വയ്യ. സീരിയലിനകത്ത് സർക്കാരിന്റെ പെൻഷൻ കിട്ടിയോണ്ട് ജീവിക്കുകയാണെന്ന് പറയുക. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഈ കേരളത്തിൽ നടക്കുന്നത്. സീരിയലിനകത്ത് പറയുക കുടുംബശ്രീയിൽ നിന്ന് സഹായം കിട്ടിയോണ്ടാണ്, സർക്കാർ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ സാധനം വാങ്ങിക്കുന്നതെന്ന് പറയുക. ഇത് സ്പോൺസേഡ് കണ്ടന്റ് ആണെന്ന് കാണികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി കാണിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെയാണ് ഈ പണം മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും നടത്തുന്നത് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസേഡ് കണ്ടന്റുകൾ സംപ്രേഷണം ചെയ്ത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ഗവൺമെന്റ് അവസാനിപ്പിക്കണം. ഇത് പത്രങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പത്രങ്ങൾക്ക് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും. ചാനലുകൾക്ക് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും. ഞങ്ങൾ കൊടുത്താലും എടുക്കേണ്ടി വരും. ആര് കൊടുത്താലും എടുക്കേണ്ടി വരും. കൊടുക്കുന്നവർക്കൊരു മര്യാദ വേണം. ഇത് ഞങ്ങളുടെ കൂടി പണമാണ്, നാട്ടുകാരുടെ പണമാണ്. ഈ നാട്ടുകാരുടെ പണം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് മര്യാദ കെട്ട നടപടിയാണ് ഇത്? ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയുള്ള കാര്യമാണോ? കേരളീയം എന്ന മാമാങ്കത്തിന് വേണ്ടി 50 കോടിയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത്. മാമാങ്കം കൊണ്ട് എന്തുണ്ടായി ഇവിടെ? കേരളീയം എന്ന മാമാങ്കത്തിന് വേണ്ടി 50 കോടി ഈ കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചിരിക്കുകയാണ്. നമ്മൾ പെട്രോൾ ഒഴിക്കുമ്പോൾ പോകുന്ന 2 രൂപയിൽ നിന്നാണ്. രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യത്തെ 3 സാമ്പത്തിക വർഷം മാത്രം 49 കോടി രൂപയാണ് സർക്കാർ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ചെലവഴിച്ചത്. 2024 6 മാസം ഏതാണ്ട് 5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള സമയത്ത് 2025-26 സാമ്പത്തിക വർഷത്തെയും കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ട്. ഞാൻ ഈ കണക്ക് പറയുന്നത് റോജി ജോൺ MLA നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇത് ഇട്ടു തരാം. കാരണം അത് വലിയൊരു ബണ്ടിൽ ഉത്തരവായതുകൊണ്ടാണ് ഇവിടെ നൽകാത്തത്. നിങ്ങൾക്ക് ഇട്ടു തരാം. പക്ഷെ എനിക്ക് ലഭിച്ച ഔദ്യോഗിക വിവരം അനുസരിച്ച് 150 കോടി രൂപ അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച്, എന്റെ കിട്ടിയ അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഈ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിഫ്ബി
150 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായി എനിക്ക് കിട്ടിയ വിവരമാണ്. ഔദ്യോഗികമായി ചോദിച്ചിട്ട് ഇതുവരെ കിട്ടുന്നില്ല. റോജി ജോൺ MLA അസംബ്ലിയിൽ പറഞ്ഞ കണക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. 2023-24 സാമ്പത്തിക വർഷം ചാനലുകൾക്ക് കൊടുത്താൽ എനിക്ക് മനസ്സിലാവും, പത്രത്തിന് കൊടുക്കാൻ എനിക്ക് മനസ്സിലാവും, സ്വകാര്യ വ്യക്തികൾക്ക് എങ്ങനെയായി പണം കൊടുക്കുന്നത്. ഇതെന്തിനു നൽകിയെന്ന ഉദ്യോഗസ്ഥന്മാരും കിഫ്ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും വെളിപ്പെടുത്തണം. ഉദാഹരണം, GB തിലകർ എന്നയാൾക്ക് 1.12 കോടി, രാധാകൃഷ്ണൻ B എന്നയാൾക്ക് 1 കോടി 3 ലക്ഷം രൂപ, സുരേഷ് D എന്നയാൾക്ക് 1 കോടി 46 ലക്ഷം രൂപ, വിജയകുമാർ എന്നയാൾക്ക് 1.63 കോടി രൂപ. ഇതെല്ലാം റോജി ജോൺ MLAക്ക് കൊടുത്ത കണക്കിൽ അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ്. PS വിജയകുമാറിന് 88 ലക്ഷം, രാധാകൃഷ്ണൻ നായർ 6-ന് 91 ലക്ഷം, ആദർശ് PS 4-ന് 41 ലക്ഷം, അൻസർ A എന്നയാളുടെ 53 ലക്ഷം നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ നിരവധിയായ സ്വകാര്യ വ്യക്തികൾക്ക് 2 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ കിഫ്ബി നൽകിയതായി കാണുന്നു. ഈ പേയ്മെന്റുകൾ എന്തിനുള്ളതാണ് എന്ന് വ്യക്തമാക്കാൻ കിഫ്ബിക്ക് ഉത്തരവാദിത്തമില്ലേ? ആര് എന്നാലും പണം കൊടുക്കുകയാണ്. ഇപ്പൊ ദേശാഭിമാനിക്കോ കൈരളിക്കോ കൊടുത്തായിരിക്കും മനസ്സിലാവും, പത്രവും അല്ലെങ്കിൽ ദിനപത്രം ഒരു ചാനലുമാണ്. മലയാള മനോരമയ്ക്കോ മാതൃഭൂമിക്കോ കൊടുത്താൽ 2 ദിനപത്രമാണ്. വീക്ഷണത്തിന് കൊടുത്താൽ മനസ്സിലാവും ഒരു പത്രമാണ്. ഈ വ്യക്തികൾക്ക് ആര് കൊടുക്കുന്നു? എന്തിനു കൊടുക്കണം? അച്ചടി ദൃശ്യമാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്കും സ്പോൺസേഡ് കണ്ടന്റുകൾക്കും പുറമെ CM കോൾ സെന്ററിന്റെ പേരിൽ കിഫ്ബിയിൽ നിന്ന് 20 കോടിയാണ് ചെലവഴിച്ചത്. കിഫ്ബിയിൽ നിന്ന് 20 കോടി രൂപ മുടക്കി വികസനത്തെ കുറിച്ച് ജനങ്ങളെ അവബോധം ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയല്ലേ. അപ്പൊ ജനങ്ങളിലുണ്ടായ അവബോധം അറിയിക്കാൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു കോൾ സെന്ററും പൊതുജന പരിഹാര സെല്ലും രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഇത് ഒരു സ്വകാര്യ സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ സാധാരണ ജനങ്ങൾ, അവരുടെ ആ കാണുന്ന ചാനലുകൾ, അവരുടെ ജനങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകർ, അവരുടെ സർക്കാർ അനുകൂല പരിപാടികൾ മുഴുവൻ കിഫ്ബി പണം കൊണ്ട് സ്പോൺസർ ചെയ്യുകയാണ്. ഇതിനെല്ലാം കൂടി 150 കോടി രൂപ ഇപ്പൊ ചെലവഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചാനലുകളിൽ കാണുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവതാരകർ അവതരിപ്പിക്കുന്ന സർക്കാർ അനുകൂല സംഭവങ്ങൾ മുഴുവൻ സ്പോൺസേഡ് കണ്ടന്റുകളാണ്. CPM സൈബർ ഇടങ്ങളിൽ തയ്യാറാക്കപ്പെടുന്നതും കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയാണ്. ഇതെന്ത് നാടാണിത്? കേരളത്തിൽ ഒരിക്കലും പെയ്ഡ് ന്യൂസ് ഉണ്ടാകാറില്ല, ഉണ്ടാകാനും പാടില്ല. മന്ത്രിമാരെ ഇന്റർവ്യൂ ചെയ്യുന്നതോ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. ഇപ്പൊ അതിന്റെയൊക്കെ പേരിൽ എത്ര ലക്ഷങ്ങളാണ് ഇവിടെ ചെലവഴിക്കേണ്ടി വരുന്നത്. കിഫ്ബിയുടെ പണം ആരുടെ പണം? ജനങ്ങളുടെ പണമാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പൂർണ്ണമായും മാധ്യമ എത്തിക്സ് പാലിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. നിങ്ങൾ മാധ്യമങ്ങൾക്ക് പരസ്യം നൽകാൻ നിങ്ങൾ കൊടുക്കും, പക്ഷെ അത് പരസ്യമാണെന്നുകൂടി എഴുതണം, സ്പോൺസേഡ് ആണെന്ന് കൂടി നിങ്ങൾ എഴുതണം, ആര് സ്പോൺസേഡ് ചെയ്തെന്ന് നിങ്ങൾ എഴുതണം. അല്ലാണ്ട് ജനങ്ങളെ കബളിപ്പിക്കാതെ. ഇപ്പൊ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്, പരസ്യമാണോ വാർത്തയാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അതൊക്കെ അവര് കൊടുക്കുന്ന പരസ്യമാണ്, വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പരസ്യമാണ്. കേരളത്തിലെ പൊതുജനങ്ങളുടെ പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരളം മുഴുവൻ ഹോർഡിങ്ങുകൾ വെക്കുകയാണ്. ആരുടെ പണമാണിത്? ആരുടെ പണമാണ്? ഹോർഡിങ്ങൾ മുഴുവൻ കേരളം മുഴുവൻ വെക്കുകയാണ്. ആരുടെ പണമാണ്? ജനങ്ങളുടെ പണമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിലൂടെ ഒരു നല്ലൊരു ശതമാനം ഇങ്ങോട്ട് പരസ്യത്തിന് വേണ്ടി നീക്കി വെക്കണം. ഇനിയും അതല്ലേ വേണ്ടത്? ഒരു ഫെയർ പ്ലേയിങ് അല്ലേ? ഞങ്ങൾക്ക് ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് തരട്ടെ. ഞാനത് ആവശ്യപ്പെടുന്നില്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും കേരള ഗവൺമെന്റും
നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കണം. വികസന പ്രവർത്തനങ്ങൾക്കായി വൻ പലിശ കടമെടുത്ത് പൈസ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ഉണ്ടായിരുന്നു. കാരണം ഗവൺമെന്റിന്റെ 10 വർഷത്തെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അഴിമതികൾ, കൊള്ളകൾ, അതെല്ലാം മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഈ പരസ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത സംഭവമാണ്. ഇതാണ് ബംഗാളിൽ സംഭവിച്ചത്. അതിന്റെ ഫലമാണ് ബംഗാളിൽ ഇന്ന് CPM ഒരു MLA പോലും ഇല്ലാത്തത്. തുടർ ഭരണം സംഭാവന ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. കിഫ്ബിയിലൂടെയുള്ള പണം ജനങ്ങളുടെ കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിലുള്ളതാണ്. അത് ലംഘിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വ്യക്തികൾക്കും പരസ്യങ്ങൾക്കും ചെലവഴിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു.